Hi everyone, I welcome you all to another class of Plus One Accountancy. അപ്പോൾ നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടൻസിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിരുന്നു അല്ലേ? എല്ലാവരും ചെയ്ത് നോക്കിയോ പ്രോബ്ലംസൊക്കെ? ഈ പറയുന്ന റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അതിനു മുമ്പേ ആ ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രോബ്ലത്തിൻ്റെ 2 ടോപ്പിക്സ് പറഞ്ഞു അല്ലേ? ഐ തിങ്ക് ഇറ്റ് വാസ് ക്ലിയർ റൈറ്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ വരാൻ പോകുന്നത് ഈ ജേണൽ എൻട്രി, ലെഡ്ജർ എൻട്രി, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം അത് ശരിക്കും നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുകയാണ്. പക്ഷെ ഒരിക്കലും അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് എടുക്കില്ല. അക്കൗണ്ട്സിലേക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് ഉണ്ടാവില്ല. മറിച്ച് ആദ്യം നമ്മൾ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക, അതിനെ ഓരോ അക്കൗണ്ട്സും സെപ്പറേറ്റ് അതിൻ്റെ അക്കൗണ്ട്സിലേക്ക് അതിനെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ജേണൽ എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തയ്യാറാക്കുന്നത്. ജേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബുക്ക് ദാറ്റ് കീപ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ് ഇൻക്ലൂഡിങ് അത് എന്ത് ചെയ്യുന്നു, ക്ലിയർലി ഷോസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ആൻഡ് റെക്കോർഡഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. ഇപ്പോൾ ജേണൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രൈമറി ബുക്ക് എന്ന് പറയാം, നമ്മൾ ഡേ ബുക്ക് എന്ന് പറയും. കാരണം ഇത് ഡെയിലി ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്, ജേണൽ എന്ന് പറയുന്നത്. ശരിക്കും ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, അതായത് നമ്മൾ പ്രൈമറി ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒറിജിനൽ എൻട്രി ആയിട്ട് പറയുന്നത് ദർ ആർ 8 types. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ജേണൽ, പർച്ചേസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് പേയബിൾ ബുക്സ്. അപ്പോൾ ഇത്രയും ബുക്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൈമറി എൻട്രിക്കാണ്. അതായത് നമ്മൾ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ പ്രൈമറി ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്സാണ് ഇത്. ഇതിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയൊക്കെ ചെയ്യും. ഇതാണ് ഫസ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ജേണൽസ് ആണ് പഠിക്കുന്നത്, ജേണൽ എൻട്രീസ്. പിന്നെ ഇതിൻ്റെ കൂടെ ജേണലിൽ നിന്നും നമ്മൾ ലെഡ്ജറിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്കിന്ന് ജേണലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വരും ഈ പറയുന്ന ബാക്കി ബുക്സൊക്കെ എന്തുണ്ട്, നമ്മളെ 4th ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ബുക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ എങ്ങനെ അത് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതൊക്കെ 4th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ജേണൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ജേണൽ ഇസ് എ ഡേ ബുക്ക്. ജേണലിൽ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ്, അതായത് ഇന്ന് നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഫസ്റ്റ് ഡേറ്റ് നടക്കുന്നത് ഫസ്റ്റ്, പിന്നെ രണ്ടാമത്തെ, അങ്ങനെ നമ്മൾ ഈ ഡേറ്റിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് ജേണലിൽ എല്ലാ ആസ്പെക്ട്സും അല്ലെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല ജേണലിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ആ ഒരു ബേസിലാണ് ജേണലിൽ നമ്മൾ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ജേണലിലേക്ക് നമ്മൾ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേർണലൈസിംഗ് എന്ന് പറയുന്നത്. ജേർണലൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ജേണൽ. ദെൻ പോസ്റ്റിംഗ്. അപ്പോൾ ജേണൽ നമ്മൾ ആദ്യം ചെയ്തു, പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മളത് ലെഡ്ജറിലേക്ക് മാറ്റും. അതായത് ഓരോ അക്കൗണ്ടും അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെബിറ്റിന് ഒരു ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന എൻട്രി എന്ത് ചെയ്യും, നമ്മൾ ആ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും. അത് ലെഡ്ജർ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അതിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് മീൻസ് റെക്കോർഡിംഗ് ഓർ ക്ലാസിഫൈങ് ദ ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ജേണൽ ഇൻ ടു ലെഡ്ജർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ജേണലിൽ ഫസ്റ്റ് എൻട്രിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ആദ്യം ട്രാൻസാക്ഷൻ നടക്കുന്ന ഫസ്റ്റ് എൻട്രിയാണ്, പ്രൈമറി എൻട്രിയാണ്. അത് പറയുന്നതാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണലിൻ്റെ മറ്റൊരു പേരാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. പക്ഷേ ലെഡ്ജറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ ക്ലാസിഫൈ ചെയ്തിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ലെഡ്ജറിന് പറയുക പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി ആണ്, പ്രിൻസിപ്പൽസ് ബുക്സ് ഓഫ് എൻട്രി. അപ്പോൾ ഇത്രയാണ് എന്ത് ജേണലിൻ്റെ ഒരു ആദ്യ എന്താ പറയുക, ഒരു ഫസ്റ്റ് വ്യൂ ഉണ്ടാവില്ലേ, അതാണ് ജേണലിൻ്റെ. നേരെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്നൊക്കെ പറയാം.
അങ്ങനെ നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മനസ്സിലാക്കിയതിന് ശേഷം അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ ഡേറ്റ് ഓർഡറിൽ നമ്മൾ ജേണലിലേക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജേണൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ജേണലിൻ്റെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഫോർ ദ റെക്കോർഡിംഗ് ഡേറ്റ്, ഈസ് ഡേറ്റ് കോളം. കാരണം ഓരോ ഡേയിൽ ഫിനാൻഷ്യൽ ഇയറിലെ ഓരോ ഇയറിലേക്ക് അക്കൗണ്ടിങ് ഇയറിലെ ഓരോ ഡേയ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോളം ഈസ് പെർട്ടിക്കുലേഴ്സ്. പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡെബിറ്റ് ആസ്പെക്റ്റ് ആണോ ക്രെഡിറ്റ് ആസ്പെക്ട്സ് ആണോ, അതാണ് അക്കൗണ്ട്സിൻ്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെർട്ടിക്കുലേഴ്സ്. പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ ട്രാൻസാക്ഷനിൽ നടക്കുന്ന രണ്ട് ആസ്പെക്ട്സ്, അതിന് ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ്, അതിൻ്റെ കൂടെ എന്താണോ ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ചെറിയ നെറേഷൻ കൂടിയാണ് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. നെക്സ്റ്റ് കോളം ഈസ് LF. LF സ്റ്റാൻഡ്സ് ഫോർ ലെഡ്ജർ ഫോളിയോ. അതായത് നമ്മൾ ഈ ഇതിൽ ജേണലിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത എൻട്രീസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് അത് പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ലെഡ്ജറിനും ഓരോ നമ്പർ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ലെഡ്ജറിൻ്റെ നമ്പർ റെക്കോർഡ് ചെയ്യുന്ന ഒരു കോളമാണ് ഈ LF എന്ന് പറയുന്നത്. LF നമ്മൾ ജേണൽ എൻട്രീസ് തയ്യാറാക്കുമ്പോൾ എന്തില്ല, നമ്മൾ LF റെക്കോർഡ് ഒന്നും മെൻഷൻ ചെയ്യണ്ട, കാരണം നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യില്ലേ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ LF കോളം ഫിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് കോളം ഈസ് ഡെബിറ്റ് റുപ്പീസ്. അതായത് ഡെബിറ്റ് ആസ്പെക്റ്റ് വരുന്ന ഇതിൽ ഡെബിറ്റ് അക്കൗണ്ട് വരുന്ന ഏതാണോ അക്കൗണ്ട് അതിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തുന്ന എമൗണ്ട് മാർക്ക് ചെയ്യുന്ന കോളമാണ് ഡെബിറ്റ് റുപ്പീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്രെഡിറ്റ് റുപ്പീസ്. ക്രെഡിറ്റ് എമൗണ്ട് മാർക്ക് ചെയ്യുന്ന കോളമാണ് ക്രെഡിറ്റ് റുപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജേണലിൽ ഒരു ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ഫോർമാറ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കോളം നമ്മൾ പറഞ്ഞു എന്ത് ഡേറ്റ് കോളം. അപ്പോൾ ഏതാണോ 1/1/2000 ആണെങ്കിൽ നമ്മൾ ആ ഒരു ഡേറ്റ് മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ വരുന്നത് ഇപ്പോൾ ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A ആൻഡ് B ആണെങ്കിൽ ഇപ്പോൾ ഏസ് അക്കൗണ്ട് ഈ ഏസ് അക്കൗണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഡെറ്റർ എന്നുള്ള ഒരു ചിഹ്നം ഇടുന്നുണ്ട്. പിന്നെ ഇതിൽ ക്രെഡിറ്റ് ടു അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് മാർക്ക് ചെയ്യുക. ടു ബീസ് അക്കൗണ്ട്. ഇത് വായിക്കുക ഏസ് അക്കൗണ്ട് ടു ഡെറ്റർ ടു ബീസ് അക്കൗണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ എന്താണോ ഇപ്പോൾ നമ്മൾ A അല്ലെങ്കിൽ ബിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയതാണോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ചെറിയൊരു നെറേഷൻ നമ്മളിവിടെ ഒരു ബ്രാക്കറ്റിലിട്ടിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഈ കോളത്തിൽ ഈ ഡെറ്റ് എമൗണ്ട് എത്രയാണോ ആ ഡെറ്റ് എമൗണ്ട് നമ്മൾ ഈ ഒരു കോളത്തിൽ മാർക്ക് ചെയ്യും. പിന്നെ ഈ ക്രെഡിറ്റ് വരുന്ന എമൗണ്ട് നമ്മൾ ഇതിന് നേരെ ഈ കോളത്തിലും മാർക്ക് ചെയ്യും. ക്ലിയർ? എന്നിട്ട് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും പെർട്ടിക്കുലർ കോളം മാത്രം നമ്മൾ എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്യും. പിന്നെ ഇതേപോലെ നെക്സ്റ്റ് ഡേറ്റ് ചെയ്തും എന്താണോ എൻട്രീസ് അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 2-3 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യും, ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് ജേണലിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് ഓഫ് ജേണൽ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ജേണൽ എൻട്രീസ് തയ്യാറാക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് there are 2 types of journal entries, that are simple journal entry and compound journal entries. സിമ്പിൾ എൻട്രീസ് എന്ന് പറയുമ്പോൾ അതിൽ 2 അക്കൗണ്ട്സ് മാത്രമേ ഉണ്ടാവൂ. അതായത് ഡെബിറ്റ് സൈഡിൽ ഒരു അക്കൗണ്ട്, ക്രെഡിറ്റ് സൈഡിലും ഒരു അക്കൗണ്ട്. നേരെ മറിച്ച് കോമ്പൗണ്ട് എൻട്രി ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, there are more than 2 മൾട്ടിപ്പിൾസ് അക്കൗണ്ട്സ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഹി കമൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹50,000. അപ്പോൾ ഒരു 50,000 റുപ്പീസ് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ജേണൽ എൻട്രി കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തതായിരിക്കും. അപ്പം നമ്മൾ ജേണൽ എൻട്രിയിൽ പിന്നെ ഇതാണ് ജേണൽ എൻട്രീൻ്റെ ഫോർമാറ്റ്. സോ അയാൾ എന്ത് ചെയ്യുകയാണ്, ക്യാഷ് മാത്രമേ അയാൾ എടുക്കുന്നുള്ളൂ. അയാൾ
50,000 ക്യാഷ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഇവിടെ എന്തായിരുന്നു? LF, ഇവിടെ ഡെബിറ്റ് റുപ്പീസ് ആൻഡ് ക്രെഡിറ്റ് റുപ്പീസ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ്? ഹി കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹50,000. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ആസ്പെക്ട് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെബിറ്റ് എന്തായിരുന്നു? അസറ്റ് ഇൻക്രീസ് ചെയ്താൽ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. അപ്പോൾ ഇവിടെ അസറ്റ് എന്താണ്? ക്യാഷ്. ക്യാഷ് എന്നുള്ള അസറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് വി ഹാവ് ടു ഡെബിറ്റ്. ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പിന്നെയുള്ള അടുത്ത അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റലാണ്. ഇവിടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു നമ്മളെ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓർമ്മയില്ലേ? എന്തായിരുന്നു അതിലെ റൂള്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും. ഈ ഒരു കാര്യം ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താലേ നമുക്ക് ജേണലിലേക്ക് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? പെർട്ടിക്കുലേഴ്സിൽ ഡേറ്റിൽ ആദ്യം ഡേറ്റ് എഴുതും. ഓക്കെ, പിന്നെ പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എഴുതുകയാണ്. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. മനസ്സിലായല്ലോ? എന്നിട്ട് അതിന് നറേഷൻ നമ്മൾ കൊടുക്കുക. എന്ത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ആണെങ്കിൽ എ കമൻസ്ഡ് ഓർ എ സ്റ്റാർട്ടഡ് ബിസിനസ് with cash of ₹50,000. ഇതാണ് നറേഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഒരു അണ്ടർലൈൻ ചെയ്യാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും മാർക്ക് ചെയ്യണം. ഇവിടെ ക്യാഷ് അക്കൗണ്ട് എത്രയായിരുന്നു? ഡെബിറ്റ് എമൗണ്ട് എത്രക്കാണ് തുടങ്ങിയത്? 50,000 ആണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് എമൗണ്ടിൽ 50,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 50,000. ഇവിടെ വേറെ എൻട്രീസ് ഒന്നും വരുന്നില്ല, വേറെ അക്കൗണ്ട്സ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് 2 അക്കൗണ്ട്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുക സിമ്പിൾ എൻട്രി. ജേണലിലെ സിമ്പിൾ എൻട്രി. ഇനി നമുക്ക് കോമ്പൗണ്ട് എൻട്രി എന്താണെന്ന് അറിയണ്ടേ? കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനൊന്നും മാറ്റം വരുന്നില്ല. അതായത് ഡേറ്റ് ഈ കോളൊക്കെ സെയിം ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എ എന്ന് പറയുന്ന വ്യക്തി അയാൾ ക്യാഷിന് പകരം അയാൾ ക്യാഷ് മാത്രമല്ല 25,000 ക്യാഷിൻ്റെ കൂടെ അയാൾ 25,000 എന്താണ്? 25,000 അയാൾ മെഷീനറി കൂടെ കൊണ്ടുവരികയാണ്. അതായത് ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾ ഒരു 25,000 ക്യാഷും 25,000 മെഷീനറിയും കൂടിയാണ് ക്യാപിറ്റലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തായിരിക്കും ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? എ കമൻസ്ഡ് ബിസിനസ് ഓർ എ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹25,000 ഇൻ ക്യാഷ് ആൻഡ് വിത്ത് എ മെഷീനറി കോസ്റ്റിംഗ് ₹25,000. അപ്പോൾ ഇതിൽ ഏതൊക്കെ ആസ്പെക്ട്സ് നോക്കണം? ഇതിൽ ക്യാഷ് വരുന്നുണ്ട് അല്ലേ? ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇതിൽ വരുന്നുണ്ട്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഡെബിറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്ന ഒരു അസറ്റ് കൂടെ അവിടെ വരുന്നുണ്ട്. ക്യാഷിൻ്റെ കൂടെ വേറൊരു അസറ്റ് കൂടെ അവിടെ വരുന്നുണ്ട്. ഏത് അസറ്റാണ്? മെഷീനറി. മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ്. അപ്പോൾ ഈ മെഷീനറി എന്ന് പറയുന്ന അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ? അവിടെ ഇൻക്രീസ് ചെയ്യാണ്. മെഷീനറി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെഷീനറി വി ഷുഡ് ഡെബിറ്റ് ഇറ്റ് അല്ലേ? ഓർമ്മയില്ലേ പഠിച്ചതൊക്കെ? നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ചതെന്ന് അന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനി എല്ലാ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. പിന്നെ നമുക്ക് വരുന്ന ഒരു അക്കൗണ്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇറ്റ് ഈസ് എന്തായിരുന്നു? ക്യാപിറ്റൽ ഇക്വിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റൂൾ എന്തായിരുന്നു? ഇറ്റ് ഡെബിറ്റഡ് വെൻ ഡിക്രീസസ് ആൻഡ് ക്രെഡിറ്റഡ് വെൻ ഇൻക്രീസസ്. ഇവിടെ ക്യാപിറ്റൽ കൂടുകയാണ് അല്ലേ? ഇൻക്രീസ് ചെയ്യാണ്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ട്രാൻസാക്ഷൻസിൽ ഈ ഒരു ട്രാൻസാക്ഷനിലെ ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് അക്കൗണ്ട്സും നമ്മൾ ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്തു.
നെക്സ്റ്റ് വി ഹാവ് ടു റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ജേണൽ. നമ്മൾ അതിന് ജേണൽ എൻട്രി തയ്യാറാക്കണം. സോ നമ്മൾ ഡേറ്റ് സെയിം തന്നെയാണ്. പെർട്ടിക്കുലേഴ്സിൽ ഇവിടെ എന്ത് ചെയ്യും? ഫസ്റ്റ് ക്യാഷ് വരും അല്ലേ? ക്യാഷ് അക്കൗണ്ട് എത്രയാണ് അയാൾ കൊണ്ടുവരുന്നത്? എത്ര എമൗണ്ട് ആണ്? 25,000 അല്ലേ? നേരത്തെ 50,000 ആയിരുന്നു, ഇപ്പോൾ ക്യാഷ് 25 ഉള്ളൂ. പിന്നെ ഉള്ളത് എന്തായിരുന്നു? പിന്നെയുള്ള മെഷീനറി. അടുത്ത അസറ്റ് എന്തായിരുന്നു? അയാൾ മെഷീനറി കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ. അതും എത്രയാണ്? അതും ഈ ഒരു ഡെബിറ്റ് കോളത്തിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. കാരണം ഇറ്റ് ഈസ് എ asset. When the asset increases, it should be debited. Then to capital account. ഇപ്പോൾ capital account എത്ര വരും? It is 50,000. നറേഷൻ എന്ത് കൊടുക്കും നമ്മൾ? A started business with cash of rupees 25,000 and machinery of 25,000. ഇവിടെ കണ്ടോ, ഈ ഒരു കോളം, ഈ ഡെബിറ്റ് കോളത്തിൻ്റെ ടോട്ടൽ ആയിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ അത് ഈക്വൽ ആയിരിക്കും. ഒരു നമ്മൾ നേരത്തെ പഠിച്ചാണ് എന്ത്? കറസ്പോണ്ടന്റ് ഡെബിറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഈക്വൽ ടു ഇറ്റ്സ് കറസ്പോണ്ടന്റ് ക്രെഡിറ്റ് അക്കൗണ്ട്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് എന്ത്? ഈ ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മോർ ദാൻ 2 അക്കൗണ്ട്സ് വരുന്നുണ്ട്. നേരത്തെ ജസ്റ്റ് 2 അക്കൗണ്ട്സ് മാത്രമായിരുന്നു, അതായത് ഡെബിറ്റിലൊരു അക്കൗണ്ട്, ക്രെഡിറ്റിലും ഒരു അക്കൗണ്ട്. പക്ഷെ ഇവിടെ ഡെബിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 അക്കൗണ്ട് വരുന്നുണ്ട്. അതേപോലെ ചില കേസിൽ ക്രെഡിറ്റിലും 2 അക്കൗണ്ട് വരും, ചില കേസിൽ 2 വശത്തും എന്ത് ചെയ്യും? 2 അക്കൗണ്ട് വരും. അങ്ങനെ വരുന്നതാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം ഇതുപോലെ അല്ല, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബ്ലം അത് ക്ലിയർ ആയിട്ട് ട്രാൻസാക്ഷൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ബോർഡിലായതുകൊണ്ട് അത് എന്താണോ ട്രാൻസാക്ഷനിൽ വരുന്നത് അത് എഴുതിയതാണ്. ഫസ്റ്റ്, for example, Ravi started a business with a capital of rupees 25,000. Okay, with rupees 25,000. Then next on 3rd August 2020, he brought furniture for rupees 2,100. And on 7th, he brought goods from A for rupees 2,850. എന്താണ്? അപ്പോൾ ഇവിടെ എ എന്നുള്ള ഒരു വ്യക്തി ഈ ബ്രോട്ട് ഗുഡ്സ് ഫ്രം എ, അങ്ങനെ അല്ലെങ്കിൽ ബ്രോട്ട് ഗുഡ്സ് ഫ്രം എക്സ്, അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ എ ട്രേഡേഴ്സ്, അങ്ങനെ ഒരാളെ പേര് തന്നിട്ട് ഫോർ ക്യാഷ് എന്ന് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു ട്രാൻസാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇവിടെ ഗുഡ്സ് ഫ്രം എ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഈ 2,850 നിങ്ങൾക്ക് തന്നതെങ്കിൽ അതെന്തായിരുന്നു? അത് ക്യാഷ് ബേസിൽ നടന്ന ഒരു ട്രാൻസാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഗുഡ്സ് ഫ്രം എ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാവുമ്പോൾ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇവിടെ നമ്മൾ അവരിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ എ എന്തായിരിക്കും? നമ്മുടെ ഒരു ക്രെഡിറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, ക്യാഷ് സെയിൽസ് ഫോർ rupees 3,500. ദെൻ സോൾഡ് ഗുഡ്സ് ടു എം ഫോർ rupees 2,500. ഇവിടെയും ഇതേപോലെ സോൾഡ് ഗുഡ്സ് ടു എം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അപ്പോൾ എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അവിടെ എം എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്താണ്? ഡെറ്ററാണ്. കാരണം അയാൾക്ക് നമ്മൾ കൊടുത്തു, പക്ഷേ അയാൾ ക്യാഷ് തന്നിട്ടില്ല, നമ്മൾ സെയിൽസ് നടത്തി ക്യാഷ് കിട്ടിയിട്ടില്ല. സോ ഹി വിൽ ബി അവർ ഡെറ്റർ. നെക്സ്റ്റ്, ബ്രോട്ട് ഓഫീസ് സ്റ്റേഷനറി rupees 25. ഇത് കറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അതായത് ഒന്നുകിൽ ബ്രോട്ട് ഓഫീസ് സ്റ്റേഷനറി ആവാം, അല്ലെങ്കിൽ പെയ്ഡ് ഫോർ ഓഫീസ് സ്റ്റേഷനറി ആവാം. ഇതെന്താണോ ഐറ്റം അത് മാത്രമേ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ്, എം റെമിറ്റഡ് rupees 1,000. എം റെമിറ്റഡ്, എം ആരായിരുന്നു? എം നമ്മുടെ ഡെറ്റർ ആയിരുന്നു. അപ്പോൾ ആ ഡെറ്റർ എന്ത് ചെയ്തു? 1,000 rupees നമുക്ക് പേ ചെയ്തു. അതാണ് ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഇറ്റ് ഈസ് എ ഇൻകം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം ആയിരിക്കും. Then withdraw
this person, that is Ravi, withdraw for his personal use rupees 500. Then paid salary rupees 1000. നമ്മൾ ജേണൽ എൻട്രി തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് നോക്കുന്നതാണ്. ഫസ്റ്റ് ബ്രോട്ട് ക്യാപിറ്റൽ. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ അക്കൗണ്ട്സ് വരും? അവിടെ ക്യാഷ് വരും. ക്യാഷും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ക്യാഷ് എന്ത് ചെയ്യുന്നു? ഇത് ജേണൽ എൻട്രി അല്ലേ, അതിൻ്റെ മുമ്പ് പറയുന്ന കാര്യമാണ്. ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ റീസൺ ഫോർ ഡെബിറ്റിംഗ് ഓർ റീസൺ ഫോർ ക്രെഡിറ്റിംഗ്? എന്താണ് ഈ ക്യാഷ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എൻ അസറ്റ്. നമ്മൾ അസറ്റ് ഇൻക്രീസ് ചെയ്താൽ അസറ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും. ഇവിടെ ക്യാപിറ്റലിൻ്റെ റൂൾ എന്തായിരുന്നു? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. സെക്കൻഡ് എന്തായിരുന്നു? സെക്കൻഡ് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഓൺ തേർഡ് അയാൾ എന്താ ചെയ്യുന്നത്? ബ്രോട്ട് ഫർണിച്ചർ. ഹി ബ്രോട്ട് ഫർണിച്ചർ. ഇവിടെയും ഏതൊക്കെ അക്കൗണ്ട്സാണ് വരിക? ഒരു അക്കൗണ്ട് വരുന്നുണ്ട്. എന്ത്? ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് കൂടുന്നത്, നമ്മളെ ഇവിടത്തേക്ക് വരുന്നത് എന്താണ്? ഓർഗനൈസേഷനിലേക്ക് വരുന്നത് എന്താണ്? ഫർണിച്ചറാണ്. വരുന്നൊരു അസറ്റാണ് ഫർണിച്ചർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് ഫർണിച്ചർ വാങ്ങുന്നത്? ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ അവിടെ വേറൊരു അക്കൗണ്ട് കൂടെ വരുന്നുണ്ട്. എന്ത്? ക്യാഷ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫർണിച്ചറാണ് എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് റീസൺ നോക്കാം. ഇപ്പോൾ ഫർണിച്ചർ അസറ്റാണ്. വെൻ ദ അസറ്റ് ഇൻക്രീസസ് വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. അസറ്റ് എന്ത് ചെയ്യാണ്? ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, സോ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫർണിച്ചർ ആയിരിക്കും ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എൻ അസറ്റ്. ആ അസറ്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അതാണ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഗുഡ്സ് ബ്രോട്ട് ഫ്രം ആനന്ദ്. ഇവിടെ ഗുഡ്സ് നമ്മൾ പൊതുവേ ഒന്നുകിൽ പർച്ചേസ് അക്കൗണ്ട്, അല്ലെങ്കിൽ സെയിൽസ് അക്കൗണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ട്സിലാണ് നമ്മൾ ഗുഡ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ഫ്രം എ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? ഗുഡ്സ് വാങ്ങിയതാണ്. ഇപ്പോൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? പർച്ചേസ് കൂടുതലില്ല, നമ്മുടെ പർച്ചേസിങ് അവിടെ കൂടുകയാണ്. സോ ഇവിടെ വരുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഇതിൽ ബ്രോട്ട് ഗുഡ്സ് അല്ലേ, ബ്രോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഗുഡ്സ് ബ്രോട്ട് ചെയ്താൽ മാത്രം പോരാ, അത് ക്രെഡിറ്റ് ബേസിലാണോ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ എന്ന് കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു പർച്ചേസ് അക്കൗണ്ട് അവിടെ വരും. പർച്ചേസ് അക്കൗണ്ട് വരും. ഈ പർച്ചേസ് അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ക്രെഡിറ്റ് ആസ്പെക്റ്റിൽ ഏതാ വരിക? നമുക്ക് ഈ പറഞ്ഞ ബ്രോട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ കടമായിട്ട് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഒരു ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്കൊരു ക്രെഡിറ്റർ ഉണ്ടാവുകയാണ്. നമ്മൾ ആ ക്രെഡിറ്റർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എസ് അക്കൗണ്ട് വരും. എസ് അക്കൗണ്ട് വരും. രണ്ട് അക്കൗണ്ട്സ് ആണ് വരുന്നത്, പർച്ചേസ് അക്കൗണ്ട് ആൻഡ് എസ് അക്കൗണ്ട്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ഈ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഇൻവെൻ്ററി, അതായത് നമ്മുടെ സ്റ്റോക്ക് ഈസ് എൻ അസറ്റാണ്. അപ്പോൾ ഇൻവെൻ്ററി ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഇൻവെൻ്ററി എന്ന് പറയുന്ന അസറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെൻ്ററി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. നമ്മൾ പറഞ്ഞു ഇൻവെൻ്ററി ഈസ് എൻ അസറ്റ്. നെക്സ്റ്റ് ഇപ്പോൾ എസ് അക്കൗണ്ട് എന്താണ്? ഒരു ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ലാബിലിറ്റിൻ്റെ റൂൾ എന്ന് പറയുന്നത് ലാബിലിറ്റി ഇറ്റ് ഡെബിറ്റഡ് വെൻ ഡിക്രീസസ് ആൻഡ് ക്രെഡിറ്റഡ് വെൻ ഇൻക്രീസസ്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. സോ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. ഓക്കെ, വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് ക്യാഷ് സെയിൽസ്. 10th August ഞങ്ങൾ ചെയ്യുന്നതാണ് ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമുക്ക് ക്യാഷ് കിട്ടിയിട്ടാണ് നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത്. നമുക്ക് ക്യാഷ് റിസീവ്ഡ് ആണ്.
അപ്പോൾ ഇവിടെ വരുന്നുണ്ട് എന്ത്, ക്യാഷ് എന്ന് പറയുന്നൊരു അക്കൗണ്ട് അവിടെ വരുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് ശരിക്കും ഇറ്റ് ഈസ് ആൻ അസറ്റ്. അസറ്റ് എന്ത് ചെയ്യുന്നു? അസറ്റ് ഈസ് ഇൻക്രീസിങ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. വേറെ ഒരു അക്കൗണ്ട് വരുന്നത് എന്താണ്? ക്യാഷ് ടു സോൾഡ് ആണ് വരുന്നത് അല്ലേ? സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഗുഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിൽക്കുന്നതാണെങ്കിൽ അതായത് സെയിൽസ് അക്കൗണ്ടിലാണ് വരിക. ഗുഡ്സ് വാങ്ങുന്നതാണെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടാണ്, വിൽക്കുകയാണെങ്കിൽ അത് സെയിൽസ് അക്കൗണ്ടാണ് വരിക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടും നെക്സ്റ്റ് വരുന്നതാണ് സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ശരിക്കും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളെ ഗുഡ്സ് കുറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള ഇൻവെൻട്രി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ഇറ്റ് ഈസ് ആൻ അസറ്റ്. അങ്ങനെ ഇൻവെൻട്രി ഇവിടെ നേരെ പർച്ചേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഇൻവെൻട്രി കുറയുന്നു. അപ്പോൾ നമ്മൾ അസറ്റ് ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. നമ്മൾ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. നെക്സ്റ്റ് ഓഫീസ് സ്റ്റേഷനറി. ഓഫീസ് സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസസ്. ഓഫീസ് സ്റ്റേഷനറി പെയ്ഡ് ടു ഓഫീസ് സ്റ്റേഷനറി. അപ്പോൾ ഓഫീസ് സ്റ്റേഷനറി എന്തായിരുന്നു? ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസസ്. ഇവിടെ രണ്ട് അക്കൗണ്ട് വരും. എന്ത്? ഒന്ന് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട്, സ്റ്റേഷനറി. ഈ സ്റ്റേഷനറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. നമ്മൾ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ അല്ലേ? ഒരു എക്സ്പെൻസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ വാട്ട് വി ഷുഡ് ഡു? വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. നമ്മളത് അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്യും. ഇവിടെ വരുന്ന മറ്റൊരു ആസ്പെക്റ്റ് ആണ് നമ്മുടെ ഈ പെയ്ഡ് സ്റ്റേഷനറി എങ്ങനെയാണ് പേ ചെയ്തത്? ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ വേറൊരു അക്കൗണ്ട് ദാറ്റ് ഈസ് ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇവിടെ വരും. ആ ക്യാഷ് അക്കൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് ഡിക്രീസിങ്. നമ്മൾ ക്യാഷ് കൊടുത്താൽ നമ്മുടെ ക്യാഷ് കുറയും. ആ കുറയുന്ന എമൗണ്ട് അങ്ങനെ അസറ്റ് കുറയുകയാണെങ്കിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്രെഡിറ്റ്. അസറ്റ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളിൽ ഓരോന്നിലെ എന്ത് ചെയ്തു? നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഇനിയുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എം റെമിറ്റഡ് ആണ്. എം റെമിറ്റഡ് എന്ന് പറയുമ്പോൾ എം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെറ്റർ ആയിരുന്നു. നമുക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ട് അയാളുടെ കയ്യിലുണ്ട്. ഈസ് നമുക്കൊരു അസറ്റ് ആണ് അല്ലേ എം എന്ന് പറയുന്നത്. അപ്പോൾ എം റെമിറ്റഡ് ആണ്. നെക്സ്റ്റ് 21st അന്ന് എം എന്ത് ചെയ്തു? അയാളുടെ കയ്യിൽ നിന്നുള്ള കുറച്ച് എമൗണ്ട് നമുക്ക് അയാളെ കുറേ തരാനുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്തു? അയാൾ നമ്മൾ എത്രയായിരുന്നു എമ്മിൻ്റെ അടുത്ത് വിറ്റത്? 2500-നാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? 1000 രൂപ അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ അയാൾ ഇതിന് നമുക്ക് കൊണ്ടു തന്നു. അപ്പോൾ എം റെമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അക്കൗണ്ട് വരുന്നത് അയാൾ എന്താണ് തന്നത്? ക്യാഷാണ്. ക്യാഷാണ് അയാൾ തന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് വരില്ലേ? നമുക്ക് ഈ ക്യാഷ് ആരാണ് തന്നത്? എം ആണ്. അപ്പോൾ എം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെറ്റർ ആയിരുന്നു. അപ്പോൾ എംസ് അക്കൗണ്ടും അവിടെ വരും. എംസ് അക്കൗണ്ടും ഇതിൽ ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം? ഇതിൽ ക്യാഷ് എന്ത് ചെയ്യാണ്? ഇവിടെ ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ അസറ്റ്. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. എം എന്ന് പറയുന്നതും എന്താണ്? ഒരു അസറ്റ് തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ആ അസറ്റ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. നമ്മുടെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നമ്മുടെ ഫേമിന് പിന്നെ എന്തുണ്ട്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ നമുക്ക് മാസത്തിൽ ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻകം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റവന്യൂ ഫോർ അവർ ഫേം. അപ്പം ഈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ അക്കൗണ്ട്സ് വരും? ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് ഓൺ 27th. അപ്പം ഇൻട്രസ്റ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ക്യാഷ് ആയിട്ടല്ലേ അവർ തരുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട് വരുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് അക്കൗണ്ട് ഈസ് ഇൻട്രസ്റ്റ്. അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ടും ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടാണ് വരുന്നത്. ഇതിൽ ക്യാഷ് ഇറ്റ് ഈസ് ആൻ അസറ്റ്. അപ്പോൾ ക്യാഷ് എന്താണ്? ഇവിടെ നമുക്ക് റിസീവ് ചെയ്യുകയാണ് ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ അസറ്റായ ക്യാഷ് അവിടെ കൂടുകയാണ്. കൂടുമ്പോൾ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. പിന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റവന്യൂ ആണ്. അപ്പം റവന്യൂവിൻ്റെ റൂൾ എന്തായിരുന്നു?
ഇവിടെ നേരത്തെ പഠിച്ച റവന്യൂവിൻ്റെ റൂള് എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസ് ഇൻ റവന്യൂ ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ? ഇൻക്രീസ് നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ഡിക്രീസ് ഇൻ റവന്യൂ വി ഹാവ് ടു ഡെബിറ്റ് ഇറ്റ്. അപ്പോൾ ഇവിടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാണ്, ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. സോ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഈസ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസിന് പറയുന്ന ടേം എന്തായിരുന്നു? ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ് ഈസ് ഡ്രോയിങ്സ്. അയാൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രവി എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് പെട്ടെന്നൊരു ക്യാഷിന് ആവശ്യം വന്നപ്പോൾ അയാളുടെ ബിസിനസ്സിലിട്ട എമൗണ്ട് ഇല്ലേ, അതിൽ നിന്ന് കുറച്ചെടുക്കുകയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അയാൾ എടുക്കുന്ന എമൗണ്ടും നമ്മളെ അക്കൗണ്ട്സിൽ അത് കാണിച്ചിരിക്കണം. ഇതിപ്പോൾ അയാൾ ഞാൻ കൊണ്ടുവന്നില്ലെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് എടുക്കാനൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെ അയാൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ യൂസിനാണ്. നേരെ മറിച്ച് ഓഫീസിൽ നിന്നും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതെന്ത് ചെയ്യേണ്ട, അയാളുടെ ഡ്രോയിങ്സ് ആയിട്ട് നമുക്ക് കണക്കെടുക്കില്ല. നമ്മളെന്ത് ചെയ്യും, ഓഫീസിലെ സ്റ്റേഷനറി ആണെങ്കിൽ അത് സ്റ്റേഷനറിയിലാണ് ഉൾപ്പെടുത്തുക. ഇവിടെ അയാളുടെ തന്നെ പേഴ്സണൽ ആവശ്യത്തിനാണ് എന്ത് ചെയ്തത്, ഒരു 500 rupees എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് വരും. ഡ്രോയിങ്സ് എന്ന് പറയുന്നൊരു അക്കൗണ്ടും ക്യാഷ് എന്ന് പറയുന്നൊരു അക്കൗണ്ടുമാണ് ഇവിടെ വരുന്നത്. ഡ്രോയിങ്സും ക്യാഷും. ഇതിൽ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ അതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രോയിങ്സ് നമ്മളിത് കൂടുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും, ഡ്രോയിങ്സ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഡെബിറ്റ്. ദെൻ ക്യാഷ് ഇറ്റ് ഈസ് എൻ അസെറ്റ്. ആ അസറ്റ് കുറയുകയാണ്. സോ അസറ്റ് കുറയുമ്പോൾ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഈസ് പെയ്ഡ് സാലറി. നെക്സ്റ്റ് ഓൺ 30th എന്ത് ചെയ്യണം, 30-നാണ് നമ്മൾ സാലറി കൊടുക്കാം. ഒരു മാനേജർക്ക് നമ്മൾ പെയ്ഡ് സാലറി, വി ആർ പേയിങ് ഹിസ് സാലറി ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ്. ഓഗസ്റ്റിലെ സാലറി നമ്മൾ 30-ാം തീയതി അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട്സ് ആണ് വരുന്നത് അല്ലേ. ഒന്ന് എന്താണ്, സാലറി അക്കൗണ്ട്. സാലറി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സാലറി കൊടുക്കുന്നത് എന്താണ്, ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടും അവിടെ വരുന്നുണ്ട്. ഇതിൽ സാലറി ഈസ് എ എക്സ്പെൻസസ്. സാലറി ഈസ് എ എക്സ്പെൻസസ്. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ സാലറി കൊടുക്കുമ്പോൾ സാലറി അല്ലേ, ഇറ്റ് ഈസ് ഈ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. നമ്മളെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. when the expense increases we have to debit that. then cash എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ കുറയുന്നു. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അസറ്റ് ഇവിടെ കുറയുന്നു. അസറ്റ് കുറയുമ്പോൾ എന്തായിരുന്നു റൂള്, we have to credit it. അസറ്റ് കുറയുമ്പോൾ നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ്റെയും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ചെയ്ത് നോക്കണ്ടില്ല. ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. കാരണം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാതെ തന്നെ ഇങ്ങനെ കോളം വരക്കേണ്ടെന്ന് ആവശ്യമില്ല. ഓരോ ട്രാൻസാക്ഷൻസ് കാണുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, മൈൻഡിൽ അത് മനസ്സിലാവും. ഏതാണ് ഡെബിറ്റ് ആസ്പെക്ട്, ഏതാണ് ക്രെഡിറ്റ് ആസ്പെക്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 2 കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ. ഇതൊരു ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം വരച്ചിട്ട് ഏതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നമുക്കിനി ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓൾറെഡി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്സ് ഒക്കെ കണ്ടെത്തിയത് കൊണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തത് കൊണ്ട് നമുക്കിനി ജേർണൽ എൻട്രീസ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡേറ്റ് കോളത്തിൽ ഡേറ്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഹി സ്റ്റാർട്ടഡ് ബിസിനസ് അല്ലേ, രവി സ്റ്റാർട്ടഡ് ബിസിനസ്. അവിടെ എന്തായിരുന്നു നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട് ആയിരുന്നു വരിക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രവിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ഇതിങ്ങനെ പറയുന്നത് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ഏത് ഡെബിറ്റ് ചെയ്യണം ഏത് ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എമൗണ്ട് എത്രയാണ്, 25,000. ഇയാൾ തുടങ്ങിയ എമൗണ്ട് 25,000 ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 25,000 ആണ്. നമ്മൾ പിന്നെ അടുത്ത കൊടുക്കുന്ന എന്താണ്, ഒരു നറേഷൻ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് capital of rupees 25,000 in cash.
ഇൻ ക്യാഷ്. അതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രോട്ട് ഫർണിച്ചർ അല്ലേ, ഓൺ ദ ഡേറ്റ് ഓഫ് 3rd August. ഇവിടെ അയാൾ 3rd-നാണ്. അപ്പോൾ നമ്മളതും പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു ഡെബിറ്റിൽ വരിക ക്രെഡിറ്റിൽ വരിക. ഇവിടെ വരുന്നത് ഫർണിച്ചറാണ് അല്ലേ. നേരത്തെ ആ ഒരു കോളത്തിൽ ചെയ്തത് ഓർമ്മയില്ലേ? അല്ല നോട്ട് ചെയ്ത് വെക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടാണ് ഇവിടെ വരിക. ഫർണിച്ചർ അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു എന്തായിരുന്നു? നമുക്ക് പോകുന്ന അസറ്റ് എന്താണ്? ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റാണ്, ക്യാഷ് അക്കൗണ്ടാണ്. എത്ര എമൗണ്ടിനാണ് അയാൾ വാങ്ങുന്നത്? 2100 2100. ഇതിൽ ബ്രോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ് ഓഫ് rupees 2100 നമ്മൾ നറേഷൻ കൊടുത്തു. Got it? Next one is brought goods from A. brought goods എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എന്തായിരുന്നു അവിടെ വരിക? ഇറ്റ് ഈസ് പർച്ചേസ് ആണ്. അവിടെ വരുന്ന അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു, നമ്മളിത് ക്രെഡിറ്റ് ബേസിലാണ് വാങ്ങിയത്. അപ്പോൾ അവിടെ ഒരു ക്രെഡിറ്ററാണ് ഉണ്ടാകുന്നത്. ക്രെഡിറ്റർ ആരാണ്? എ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ. അപ്പോൾ നമുക്ക് എ അക്കൗണ്ട്. ഇതിൽ എത്രക്കാണ് നമ്മൾ ഫർണിച്ചർ വാങ്ങിയത്? അല്ല, ഫർണിച്ചർ അല്ല, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് എത്രക്കാണ്? ഇറ്റ് ഈസ് ഫോർ 2850. അപ്പോൾ ക്രെഡിറ്റ് എമൗണ്ടും 2850. ഇതിൽ നമ്മളെല്ലാ സിമ്പിൾ എൻട്രീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്ത് ചെയ്തിട്ടില്ല നമ്മൾ? കോമ്പൗണ്ട് എൻട്രീസൊക്കെ അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നറേഷൻ കൊടുക്കണം. എന്തായിരുന്നു? ബ്രോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം എ ഫോർ rupees. ഇതാണ് നറേഷൻ നമ്മൾ കൊടുക്കുന്നത്. 3 എൻട്രീസ് നമ്മൾ ചെയ്തു. 3ഉം ക്ലിയർ അല്ലേ? കാരണം നമ്മൾ ഈ പെട്ടെന്ന് ചെയ്തതെന്ന് വെച്ചാൽ നേരത്തെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇതിൻ്റെ ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്? ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എന്തില്ല, ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തന്നതുകൊണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എടുക്കാം. ഇവിടെ ബോർഡിൽ കൊള്ളാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ ആദ്യത്തെ നമ്മൾ മായ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോട്ടിൽ എന്ത് ചെയ്യുക? ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അക്കൗണ്ടൻസി ക്ലാസ് വെറുതെ കേട്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് എന്തായിരുന്നു? നമ്മളങ്ങനെ അയാളുടെ അടുത്ത് എന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് വാങ്ങി. നെക്സ്റ്റ് വി ആർ ഡൂയിങ് എ ക്യാഷ് സെയിൽസ്. ഈ പറഞ്ഞ ഓഗസ്റ്റ് എത്രക്കായിരുന്നു? ഓഗസ്റ്റ് 10th നമ്മൾ ഒരു ക്യാഷ് സെയിൽസ്. അപ്പോൾ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമുക്ക് കിട്ടുന്നത്? എന്താണ്? ക്യാഷാണ്. ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് 3500. അപ്പോൾ ഇതിൽ നറേഷൻ എന്താണ്? നറേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ക്യാഷ് സെയിൽസ് ഓഫ് റുപ്പീസ് മറ്റന്നെ നിങ്ങൾക്ക് കൊടുക്കാം. ക്യാഷ് സെയിൽസ് ഓഫ് റുപ്പീസ്. അല്ലെങ്കിൽ പിന്നെ നറേഷൻ്റെ വേറെ സ്റ്റൈലാണ് ഈ പറയുന്ന എന്തെങ്കിലും പിന്നെ ഫർണിച്ചർ ഈസ് ബീയിങ് ബ്രോട്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് മനസ്സിലാവുന്നതല്ല, അക്കൗണ്ടിങ്ങിൽ മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കാം. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു എം. എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഗുഡ്സ് വിൽക്കുകയാണ്. ഇവിടെ എന്താണത്? എം എന്ന് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല. മറിച്ച് അവിടെ എം എന്ന് പറയുന്ന ഒരു ഡെറ്ററാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ എംസ് അക്കൗണ്ട് ഡെറ്റർ ടു നമുക്ക് പോകുന്നത് എന്താ? ടു സെയിൽസ് അക്കൗണ്ടാണ്. നമ്മൾ
ഇത് സെയിൽസിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ നേരത്തെ അത് എന്തുകൊണ്ട് സെയിൽസ് വരുന്നു, എന്തുകൊണ്ട് എം ഡെബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രക്കാണ് സോൾഡ് ഗുഡ്സ് ഫോർ ₹2,500. ഫോർ ₹2,500. റൈറ്റ്. ഇവിടെ എന്താണ് നമ്മൾ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് for ₹2,500. Okay. Next one is office stationery. Office stationery എന്ന് പറയുമ്പോൾ on 13th അതല്ലേ, stationery is an expenses. So stationery account debtor to എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ക്യാഷ് അക്കൗണ്ട്, പെയ്ഡ് ഓഫീസ് സ്റ്റേഷനറി. പെയ്ഡ് ഓഫീസ് സ്റ്റേഷനറി എത്രയാണ് എമൗണ്ട്, ₹25. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ വരെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്, എം റെമിറ്റഡ് ₹1000. എം നമുക്ക് ₹1000 തന്നു. എം നമ്മുടെ കടക്കാരനായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് ക്യാഷ് ഉള്ളപ്പോൾ അയാൾ എന്ത് ചെയ്തു, 2,500 നിന്നും 1000 നമുക്ക് പേ ചെയ്തു. ഓൺ ഓഗസ്റ്റ് 21 അയാൾ ₹1000 തന്നു. അത് തരുമ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത് അക്കൗണ്ട് ആയിരിക്കും, നമ്മളെ ക്യാഷ് അക്കൗണ്ട് അവിടെ കൂടും. പിന്നെ എം എന്ന് പറയുന്ന ഡെപ്റ്റർ അക്കൗണ്ട് ടു എംസ് അക്കൗണ്ട് എന്ത് ചെയ്യും, അവിടെ കുറയുകയാണ് അല്ലേ. എമ്മിൻ്റെ അക്കൗണ്ട് അവിടെ കുറയുകയാണ്. എത്ര ₹4,000 എമ്മിൻ്റെ അക്കൗണ്ടിൽ നിന്നും, എം എന്ന് പറയുന്ന ഡെപ്റ്റർ അക്കൗണ്ടിൽ നിന്നും ₹1000 അവിടെ കുറയും. പിന്നെ എം നമുക്ക് ഫുൾ 2,500 തരേണ്ടതില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നെറേഷൻ എന്താണ്, നമുക്ക് നെറേഷനായിട്ട് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാം, എന്ത്, അല്ലെങ്കിൽ ഡെപ്റ്ററിന് കൊടുക്കാം, അല്ലെങ്കിൽ എം തന്നെ കൊടുക്കാം, എം പെയ്ഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എം റെമിറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ നമുക്ക് കൊടുക്കാം. എം പെയ്ഡ് ₹1000 ഓൺ അക്കൗണ്ട്, അതായത് അയാളുടെ അക്കൗണ്ടിൽ നിന്നും അയാളെ നമുക്ക് തരാനുള്ള അക്കൗണ്ട് ഉണ്ടാവില്ലേ, അതിൽ നിന്ന് 1000 അയാൾ പേ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ നറേഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. എന്തൊക്കെയായിരുന്നു ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്ട്സും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യാണ്. സോ നമ്മൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻകം അവിടെ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്താൽ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. അപ്പോൾ ക്യാഷ് എത്രയാണ്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 150 ആണ്. ആ കറസ്പോണ്ടിങ് എമൗണ്ട് നമ്മളിവിടെ ഡെബിറ്റ് കോളത്തിലും അതിൻ്റെ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലും നമ്മൾ മാർക്ക് ചെയ്യും. ദെൻ നറേഷൻ ഈസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നെക്സ്റ്റ് ഓൺ 28 ആണ്. 28 എന്ത് ചെയ്യുന്നു, 28 വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ അവിടെ ഡെബിറ്റ് ചെയ്യുന്നത് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡെബിറ്റ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു എന്താണ് അയാൾ കൊണ്ടുവന്നത്, നമ്മൾ ഏത് അസറ്റാണ് കുറയുന്നത്, ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്, 500 എമൗണ്ട് അയാൾ വിഡ്രോ ചെയ്യാണ്. അപ്പോൾ അവിടെ നെറേഷൻ എന്ന് കൊടുക്കും നമ്മൾ. നെറേഷൻ എന്ന് പറയുന്നത് വിഡ്രോ ഫോർ, ഇപ്പോൾ അയാളുടെ പേരാണെങ്കിൽ രവി, വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കൂടെ ഉണ്ട്. ഈ ഡ്രോയിങ്സ് അക്കൗണ്ട് ക്ലിയർ ആയി മനസ്സിലായില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസാക്ഷനും കൂടെ ഇവിടെ മാർക്ക് ചെയ്യാണ്. അതായത് ഡ്രോയിങ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ട്രാൻസാക്ഷനാണ് എന്ത്,
പെയ്ഡ് സാലറി 13th നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു മാനേജർക്ക് നമ്മൾ സാലറി കൊടുക്കുകയാണ്. അവിടെ ഒരു എക്സ്പെൻസ് ആയ സാലറി അക്കൗണ്ടാണ് വരുന്നത്. സാലറി അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും? നമ്മളെ ക്യാഷ് എന്ന് പറയുന്ന സാലറി കൊടുക്കുമ്പോൾ കുറഞ്ഞു വരുന്ന ഒരു അസറ്റാണ് ക്യാഷ് അക്കൗണ്ട്. ആ കുറഞ്ഞു വരുന്ന അക്കൗണ്ട് എന്ത് ചെയ്യും, നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ബിക്കോസ് അസറ്റ്സ് ഡിക്രീസസ് ദെൻ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്. ഇവിടെ എന്താണ് നറേഷൻ കൊടുക്കുക? പെയ്ഡ് സാലറി. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ജേണലാണ് നമ്മൾ ചെയ്തത്. ഇതിൽ സിമ്പിൾ ഈ എൻട്രീസേ വന്നിട്ടുള്ളൂ, കോമ്പൗണ്ട് എൻട്രീസ് ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്തൊരു പ്രോബ്ലമാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇനിയും കുറേ ജേണൽസ് ചെയ്യണം അല്ലേ? ജേണൽസ് 2-3 ജേണൽസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആ ജേണലിൽ നിങ്ങൾക്ക് ആ ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചെയ്യാൻ പറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ അക്കൗണ്ട്സിലേക്ക് അത് പോസ്റ്റ് ചെയ്യൽ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ അക്കൗണ്ട്സിൽ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ എംസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എൻട്രി എന്താണോ ക്യാഷ് അക്കൗണ്ട് അല്ലേ, അപ്പോൾ അത് എമ്മിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്, ഈ ജേണൽ എൻട്രീസ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഇന്നൊരു ഏകദേശം ജേണൽ എൻട്രീസിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ 2-3 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2-3 പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ അക്കൗണ്ടൻസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഈ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എമൗണ്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ആൻസർ നിങ്ങളത് നോക്കാതെ ഫസ്റ്റ് അത് ചെയ്ത് നോക്കാം. അങ്ങനെ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് വരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ട് പ്രിപ്പയർ ആയി വരിക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്കും ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ.